സൗരവ് ഗാംഗുലി. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത്രയും പരിമിതികളുണ്ടായിരുന്ന ഒരു ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നു എന്ന് സംശയമാണ്. ഷോർട്ട് പിച്ച് പന്തുകൾ ദൗർബല്യമായിരുന്നു. അത്ര മികച്ചതല്ലാത്ത ഫുട് വർക്ക്, റണ്ണിനായുള്ള ഓട്ടത്തിലാകട്ടെ അതിനേക്കാൾ മോശം. ശരാശരിയിലും താഴെയുള്ള ഫീൽഡിംഗ്, കേവലം ശരാശരി മാത്രമുള്ള ഒരു മീഡിയം പേസ് ബൗളർ. സത്യത്തിൽ ഇതല്ലേ ഗാംഗുലി? ഇത് തന്നെയായിരുന്നു ഗാംഗുലി. പിന്നെങ്ങനെയാണ് ഇയാൾ ഏകദിനത്തിൽ മാത്രം 22 സെഞ്ചുറികൾ നേടിയത്, 10,000-ൽ കൂടുതൽ റൺസ് നേടിയത്, 100-ലധികം വിക്കറ്റ് നേടിയത്, തുടർച്ചയായി കലണ്ടർ വർഷത്തിൽ 1000-ലധികം റൺസ് നേടിയത്, ഓപ്പണിംഗിൽ സച്ചിനുമൊത്ത് ഏറ്റവും കൂടുതൽ 100+ പാർട്ണർഷിപ്പുകൾ നേടിയത്, കൂടാതെ അനേകം ഓവർസീസ് സെഞ്ചുറികൾ? പരിശോധിക്കാം നമുക്ക്. ഗാംഗുലി കളി അവസാനിപ്പിക്കുമ്പോൾ താരം സെഞ്ചുറിയിൽ സച്ചിന് പിന്നിൽ രണ്ടാമനായി നിലകൊണ്ടിരുന്നു. നോക്കൂ, ഓഫ് സൈഡിൽ മാത്രം മികച്ച ഷോട്ട് കളിക്കുന്ന ഒരു കളിക്കാരന് ഈ നേട്ടങ്ങൾ എങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റി? എതിർ ടീം ഒരിക്കലും അയാളുടെ ദൗർബല്യം കണ്ടില്ല എന്ന് നടിച്ച് അയാൾക്കെതിരെ ബോൾ ചെയ്തില്ലേ? അപ്പോൾ എന്താണ് കണക്കുകൾ ഇങ്ങനെ? ഒരേ ഒരു ഉത്തരമേ അതിനുള്ളൂ. എത്രയൊക്കെ പരിമിതികളുണ്ട് എന്ന് പറഞ്ഞാലും തൻ്റെതായ ദിവസത്തിൽ സൗരവ് ഗാംഗുലി എന്ന യാകാശത്തെ പിടിച്ചുകെട്ടാൻ എതിർ ടീമിന് അവർ ചെയ്ത ഗൃഹപാഠങ്ങൾ പോരായിരുന്നു. അത് തന്നെയാണ് ഇന്നും ഈ മനുഷ്യനെ പലരും മനസ്സിൽ പേറുന്നത്. അതായിരുന്നു അയാളുടെ വിജയവും. വേറെ ഒരു അവകാശവാദവും പറയാനില്ല. കപ്പോ ആവറേജോ സ്ട്രൈക്ക് റേറ്റോ ഒന്നും അന്നും ഇന്നും നോക്കാറില്ല. താരം ഓഫ് സൈഡിൽ തഴുകിവിടുന്ന ഫോറുകളും ആകാശമുട്ടിയുള്ള സിക്സറുകളും ഇടയ്ക്ക് സ്വന്തം ടീമിനെയും എതിർ ടീമിനെയും ഞെട്ടിച്ച ഷോർട്ട് ബോൾ സിക്സുകളും. അന്നും ഇന്നും ഗാംഗുലി മനസ്സിൽ നിർത്തുന്നത് ഇതൊക്കെ തന്നെയാണ്. കളിക്കാരൻ്റെ സ്റ്റാറ്റസ് കീറി മുറിച്ച് ആരാധിക്കുന്ന ന്യൂജൻ ആരാധകർക്ക് ഇതൊക്കെ പുച്ഛമായിരിക്കും. എന്നാലും ഗാംഗുലി ഇന്നും ഒരാവേശമാണ്.